ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പല നിലകളിൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ ഒക്കെയാണ് നമ്മളിൽ പലരും. എന്നാൽ അപ്പോൾ തന്നെ നമുക്ക് വഹിക്കാൻ കഴിയാത്ത അനവധി ഭാരങ്ങളും പ്രശ്നങ്ങളും അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടതുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഓടിച്ചെന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഒരിടം നമ്മൾ തേടാറുണ്ട്. വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള അവസരങ്ങൾ ഓടിയെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം ആരോടും വർണ്ണിക്കാൻ കഴിയാത്ത നിലകളിൽ അത്രത്തോളം വലിയതാണ്. നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഏത് ഭാരങ്ങളും പങ്കിടുവാൻ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അതാണ് തുടർന്ന് എൻ്റെ ഇന്നത്തെ ചിന്ത. അതിനായിട്ട് 55-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിക്കട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. മനുഷ്യൻ കാണത്തക്ക നിലകളിൽ എന്തെങ്കിലും ഭാരം ചുമന്നുകൊണ്ട് വഴി നടന്ന് തളരുന്നവർക്ക് അത്താണിയായിട്ട് ഒരു കാലഘട്ടത്തിൽ ചുമട് താങ്ങികളുണ്ടായിരുന്നു. ഇന്ന് അതുമില്ല. നമ്മുടെയൊക്കെ ജീവിത ഭാരങ്ങൾ അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന നിലകളിൽ ഒരു ചുമടായി തന്നെയാണെങ്കിലും മറ്റൊരാളുടെ അടുക്കൽ ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ആശ്വാസം കണ്ടെത്തുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണിന്ന്. കാരണം കാലം പുരോഗമിച്ചു പോയി. പലരുടെയും വിചാരം ആരും ചുമടെടുക്കുന്ന ഭാരങ്ങളൊന്നും വഹിക്കേണ്ടി വരാത്തവരാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ചുമട് താങ്ങികളൊക്കെ അപ്രത്യക്ഷമായത്. സമ്പന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരുടെയൊക്കെയെങ്കിലും വിചാരം ഇന്ന് ലോകത്തിലെങ്ങും പട്ടിണിയില്ലെന്നാണ്. കഷ്ടങ്ങളും സങ്കടങ്ങളും പട്ടിണിയും അങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു കാട്ടുമ്പോൾ ചിലർക്ക് അത് ഇന്നും മനസ്സിലാവുകയില്ല. കാരണം അവർ സമ്പന്നതയുടെ മടിത്തട്ടിൽ സന്തോഷിക്കുന്നവരാണ്. എന്നാൽ ചില സമ്പന്നരങ്ങനെയല്ല. ഏത് ആളിൻ്റെ കഷ്ടങ്ങൾ അവരോട് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവും. കാരണം ഒരു കാലത്ത് അവരുടെ പിതാമഹന്മാരിൽ ആരെങ്കിലുമൊക്കെയോ ഇങ്ങനെയുള്ള വഴികളിലൂടെ നടന്നു നീങ്ങിയ അനുഭവകഥകൾ അവർ ഇങ്ങോട്ട് പങ്കുവെച്ച് പകർന്ന് ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം വാസ്തവമാണ്, നമ്മുടെ ഭാരം കാണാൻ ആളുണ്ടെങ്കിലും താങ്ങാൻ ആളുണ്ടെങ്കിലും ഒക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത ചില ഭാരങ്ങൾ അത് മറ്റുള്ളവരെ കാട്ടിക്കൊടുക്കാൻ പ്രയാസമാണ്. നമ്മുടെ മനസ്സിനെ മഥിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ശിഥിലമാക്കത്തക്ക നിലകളിൽ പോലും വേദന അനുഭവിക്കുന്ന ചില വേദനാജനകമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരാറുണ്ട്. പലർക്കും ജീവിത ഭാരങ്ങൾ മറ്റൊരാളോട് പങ്കുവയ്ക്കാൻ പോലും പ്രയാസമാണ്. ഒരുപക്ഷെ പങ്കുവച്ചാലും പ്രയോജനമില്ല എന്നുള്ള തോന്നലാണ് പങ്കുവയ്ക്കാൻ അവരെ സമ്മതിപ്പിക്കാത്തത്. മനഃശാസ്ത്രപരമായ സമീപനങ്ങളും കൗൺസിലിങ്ങുകളുമൊക്കെ ഒരു പരിധിവരെ ചില ഭാരങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെങ്കിലും അതിന് ശാശ്വതമായ പരിഹാരത്തിന് ഒത്തിരി പ്രയാസമാണെന്ന് വിദഗ്ധരുടെ അഭിപ്രായം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത ഭാരങ്ങൾ ആരോട് പങ്കുവച്ചാലും പരിഹാരമില്ലെന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുമ്പോഴും അത് നിങ്ങളുടെ ജീവിത അനുഭവമായി മാറിക്കഴിഞ്ഞിരിക്കുമ്പോഴും ഇത് ഒന്നുകൂടി അനുഭവമാക്കാൻ ശ്രമിക്കൂ. യേശുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്ക്. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഭാരങ്ങൾ യേശു പൂർണ്ണമായിട്ടും ചുമന്നൊഴിച്ച് നിങ്ങൾക്ക് ആശ്വാസം നൽകും. നിങ്ങളുടെ ഭാരം കർത്താവിൻ്റെ മേൽ കൊടുത്താൽ തീർച്ചയായിട്ടും ആ ഭാരം പിന്നെ നിങ്ങൾ ചുമക്കേണ്ടി വരില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. ആരെയും ലോകത്തിൽ മാറ്റി നിർത്താതെ എല്ലാവരോടുമുള്ള ഒരു പ്രസ്താവനയാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ നടത്തിയത്. അത് ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് വഹിക്കുകയും നിങ്ങളുടെ ഭാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ആശ്വാസകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അപ്പോഴൊക്കെ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു ജോലി കിട്ടിയാൽ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയും, ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗം ലഭിച്ചാൽ കുഴപ്പമില്ലാതെ പോകാമെന്ന അങ്ങനെയുള്ള പലരുടെയും പിരിമുറുക്കങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളവരല്ലേ. ഏത് നിലയിലുള്ള ഭാരം നിങ്ങളെ അലട്ടുന്നെങ്കിലും നിങ്ങൾക്ക് ആശ്വാസമുണ്ട് കർത്താവിൻ്റെ അടുക്കൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരമേറിയ വിഷയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വയ്ക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.